അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ മൻ ലാ നബിയ്യ ലദീന ഇസ്തഫ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. കർമ്മശാസ്ത്രം ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്, അത് ഹറാമാണോ ഹലാലാണോ മക്രൂഹാണോ എന്നെല്ലാം അറിയൽ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. എന്നാൽ ഏതൊരു കാര്യത്തിലും നമ്മൾ വിധി അന്വേഷിച്ച് ചെല്ലുമ്പോൾ കൃത്യമായി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ വ്യത്യസ്ത ആശയധാരകളുള്ള ആളുകളുണ്ട്. ഇവരോട് എല്ലാവരോടും ചോദിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഇതിൽ ലഭിക്കുക. അപ്പോൾ ഇതിൽ ഏതാണ് യഥാർത്ഥ സത്യം, എന്താണ് ഹക്ക് എന്നുള്ളത് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും ഒരു സാധാരണ മുസ്ലിം എന്ന നിലയിൽ? ഇതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിൽ യഥാർത്ഥ ഹക്ക് ഞാൻ കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനാവില്ലേ? ഞാൻ തെറ്റായ അഭിപ്രായമാണ് ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതെങ്കിൽ ഞാൻ തെറ്റുകാരനാവില്ലേ? ഇന്നെല്ലാമുള്ള വേജാറ് സാധാരണ മുസ്ലിമീങ്ങൾക്കുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ നമുക്കൊരു സംഭവം കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്സാബ് യുദ്ധത്തിന് ശേഷം നമുക്കറിയാം സഖ്യകക്ഷികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതികൂല കാലാവസ്ഥ സൃഷ്ടിച്ചപ്പോൾ സഖ്യകക്ഷികൾ പിരിഞ്ഞു പോവുകയുണ്ടായി. പ്രവാചകൻ യുദ്ധാനന്തരം തൻ്റെ വീട്ടിലേക്ക് ഏകദേശം ഒരു ളുഹറിൻ്റെ സമയം പ്രവേശിച്ച് ആയുധങ്ങളെല്ലാം താഴെ വെച്ച് വിശ്രമിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പുറത്തു വന്നുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, താങ്കൾ ആയുധങ്ങൾ എടുത്തു വെച്ചോ? പ്രവാചകൻ പറഞ്ഞു, അതെ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എന്നാൽ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആയുധങ്ങൾ താഴെ വെച്ചിട്ടില്ല. ഞാൻ പുതിയൊരു ബറ്റാലിയനുമായി വന്നിട്ടുണ്ട്. യാ മുഹമ്മദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുകയാണ് ബനൂ ഖുറൈദയിലേക്ക് പുറപ്പെടാൻ വേണ്ടി. ബനൂ ഖുറൈദ എന്നുള്ളതൊരു ജൂത ഗോത്രമായിരുന്നു. അവർ അഹ്സാബ് യുദ്ധത്തിൻ്റെ സമയത്ത് സ്വന്തം മദീന രാജ്യത്തെ ഒറ്റുകൊടുത്ത് ശത്രുക്കളുമായി കൂടെ നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ ചതിക്കാൻ ശ്രമിച്ച ആളുകളായിരുന്നു. പക്ഷേ അവരുടെ ശ്രമം വിജയിച്ചില്ല. ഏതായിരുന്നാലും ശരി, അതിനുള്ള നടപടിയെടുക്കാൻ ഉടൻ തന്നെ പുറപ്പെടണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയുണ്ടായി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു മെസ്സേജ് ആളുകളിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടി ആളെ പറഞ്ഞയക്കുകയും സഹാബത്തിനോട് മുഴുവൻ ഉടൻ തന്നെ പുറപ്പെടുവാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായൊരു കൽപ്പന കൊടുത്തു. ലാ യുസല്ലിയന്ന അഹദകുമുൽ അസ്റ ഇല്ലാ ഫീ ബനി ഖുറൈദ. നിങ്ങൾ ബനി ഖുറൈദയിൽ എത്താതെ അസർ നിസ്കരിക്കരുത് എന്ന് പ്രവാചകൻ കൽപ്പിക്കുകയുണ്ടായി. സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് എത്രയും പെട്ടെന്ന് പുറപ്പെടാനുള്ള ഒരു കൽപ്പനയായിട്ട് അവർ മനസ്സിലാക്കുകയും അവർ എല്ലാവരും പെട്ടെന്ന് തന്നെ പുറപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഒരു കൂട്ടം സഹാബത്ത് സ്വാഭാവികമായിട്ടും പുറപ്പെടാൻ കുറച്ച് നേരം വൈകുകയും അവർ കൂട്ടമായി പുറപ്പെട്ടുകൊണ്ട് അവർ ഏകദേശം ബനൂ ഖുറൈദയിൽ എത്താനാവുന്നതിന് മുമ്പ് തന്നെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ സമയം ആസന്നമായി. ഇടയിലൊരു ചർച്ച വന്നു, നമുക്കിപ്പോൾ അസർ നിസ്കരിക്കണം, കാരണം അവിടെ എത്തുമ്പോഴേക്കും അസറിൻ്റെ സമയം തെറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് നിങ്ങൾ ധൃതിപ്പെട്ട് പുറപ്പെടണം എന്നുള്ളതാണ്, അല്ലാതെ അസറിൻ്റെ സമയം തെറ്റിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല എന്ന ഒരു വിഭാഗം പറയുന്നു. മറ്റൊരു വിഭാഗം പറഞ്ഞു, അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഇവിടെ കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ബനൂ ഖുറൈദയിൽ എത്താതെ അസർ നിസ്കരിക്കരുത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബനൂ ഖുറൈദയിൽ എത്താതെ നമ്മൾ അസർ നിസ്കരിക്കില്ല. ഏതായിരുന്നാലും ശരി, ഇവർ തമ്മിലുള്ള ഈ ഇഖ്തിലാഫ്, ഈ ഒരു അഭിപ്രായ വ്യത്യാസം അത് സോൾവ് ആയില്ല. ഒരു വിഭാഗം അവിടെ അസർ നിസ്കരിക്കുകയും മറ്റു വിഭാഗം ബനൂ ഖുറൈദയിൽ എത്തിയിട്ട് ആദ്യം അസർ നിസ്കരിക്കുകയും പിന്നീട് മഗ്രിബ് നിസ്കരിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽ അവർ പെടുത്തിയപ്പോൾ അദ്ദേഹം രണ്ട് പേരെയും കുറ്റപ്പെടുത്തിയില്ല എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ പല കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇജ്തിഹാദ് ചെയ്യാൻ യോഗ്യതയുള്ള മുജ്തഹിദുകളായ ആളുകളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ഇരു കൂട്ടർക്കും ഒരു അഭിപ്രായം മറ്റൊരു അഭിപ്രായത്തിൻ്റെ മുകളിൽ ബൈൻഡിങ് അല്ല, ഇഷ്ടമുള്ളത് സ്വീകരിക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് പേരെയും വിമർശിച്ചില്ല. രണ്ട് പേരും അവരവരുടെ ഇജ്തിഹാദ് പ്രകാരം ചെയ്തത് ശരിയാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ ചോദ്യം എന്നുള്ളത്, ഹക്ക് അഥവാ സത്യം എന്നുള്ളത് ഒന്നാണോ അതോ പലതാണോ, അതോ ഇത് രണ്ടും ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇത് ഉസൂലുൽ ഫിഖ്ഹിലെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. അലൽ ഹഖ് തഅദ്ദദ് ഔ ലാ, ഹക്ക് ഒന്നേ ഉള്ളോ അതോ പലതാണോ എന്നുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും പണ്ഡിതന്മാർ ചർച്ച ചെയ്തതിൽ നിന്ന് അവർ പറയുന്നു ഹക്ക് ഒന്നേ ഉള്ളൂ. കാരണം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നില്ലെങ്കിൽ നിങ്ങൾ ധൃതിപ്പെട്ട് അവിടെ എത്തണം, അസർ നിസ്കരിക്കാൻ അവിടെ എത്തുന്ന രീതിയിൽ നിങ്ങൾ ധൃതിപ്പെട്ട് വരണം എന്ന് ഉദ്ദേശിച്ചു. അതല്ലെങ്കിൽ റസൂലുള്ളാഹി ഉദ്ദേശിച്ചത് നിങ്ങൾ അസർ നിസ്കരിക്കുകയേ ചെയ്യരുത് ബനൂ ഖുറൈദയിൽ എത്താതെ.
ഇത് രണ്ടും റസൂലുള്ള ഉദ്ദേശിക്കാൻ സാധ്യതയില്ല, അത് ലോജിക്കല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലേതോ ഒന്നാണ് ഹക്ക്, ഏതോ ഒന്നാണ്, ഒരു അഭിപ്രായമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ശരി. എന്നാൽ എന്താണ് ഇതിൻ്റെ വിധി, തെറ്റായ അഭിപ്രായത്തിൽ എത്തിപ്പെടുന്ന ആളുടെ വിധി എന്താണ്, അത് മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ഇദാ ഇജ്തഹദൽ ഹാക്കിമു ഫഅസ്വാബ ഫലഹു അജ്റാൻ വഇൻ അഖ്തഅ ഫലഹു അജ്റുൻ വാഹിദ്. ഒരു ഹാക്കിം, ഒരു ഇജ്തിഹാദ് ചെയ്യാൻ യോഗ്യതയുള്ള മുജ്തഹിദായ ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു ഹാക്കിം, ഒരു ജഡ്ജ് ഒരു കാര്യത്തിൽ ഒരു ഗവേഷണം നടത്തി ഒരു വിധിയിൽ എത്തിപ്പെട്ടാൽ അത് തെറ്റായ അഭിപ്രായമാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രതിഫലവും, ശരിയായ അഭിപ്രായമാണെങ്കിൽ അദ്ദേഹത്തിന് 2 പ്രതിഫലവുമാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഫോട്ടോഗ്രാഫി അത് ഹറാമാണ് എന്നും ഹലാലാണ് എന്നും മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മുജ്തഹിദായ പണ്ഡിതൻ പറയുന്നു അത് ഹറാമാണ്, മറ്റൊരു മുജ്തഹിദായ പണ്ഡിതൻ പറയുന്നു അത് ഹലാലാണ്. ജയ്യിദ്, ഇതിൽ എന്താണ് സംഭവം? ഇതിലേതോ ഒരു അഭിപ്രായമാണ് ശരിയായിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഒന്നില്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഹറാമാണ്, അല്ലെങ്കിൽ ഹലാലാണ്. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസം ഗവേഷണാടിസ്ഥാനത്തിൽ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഇടയിൽ വന്നതായതുകൊണ്ട് ഇതിൽ ഏതാണോ തെറ്റായ അഭിപ്രായം അതിന് 1 പ്രതിഫലവും, ശരിയായ അഭിപ്രായം ഏതാണോ അതിന് 2 പ്രതിഫലവുമാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ നമ്മൾ മുസ്ലിമീങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു മസ്അല വന്നാലും എന്തൊരു സംശയം വന്നാലും നമ്മൾ ആദ്യം ഇതിൽ കൃത്യമായി അന്വേഷണം നടത്തുക, നമുക്ക് സാധ്യമാവുന്ന രീതിയിൽ നമ്മൾ അന്വേഷിക്കുക. എന്നിട്ട് നമ്മൾ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നമ്മുടെ മുന്നിൽ കാണുന്നതെങ്കിൽ ഓരോ അഭിപ്രായത്തിൻ്റെയും മെറിറ്റ് നമുക്ക് കഴിയാവുന്ന രീതിയിൽ പരിശോധിക്കുക. ഇതിൽ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിടത്തോളം കാലം നമ്മൾ ഇതിൽ ഏത് അഭിപ്രായത്തിലാണ് ലാൻഡ് ചെയ്യുന്നതെങ്കിലും നമ്മൾ കുറ്റക്കാരല്ല. പരസ്പരം ആക്ഷേപിക്കേണ്ട ആവശ്യവുമില്ല. നമുക്ക് ശരിയായത് എന്താണോ അത് നമുക്ക് തോന്നുന്നത് അത് നമുക്ക് വിശ്വസിക്കാം, അത് വെച്ച് അമല് ചെയ്യാം, അത് നമുക്ക് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാം, അത് പറയാം. പക്ഷെ നമ്മൾ തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന അഭിപ്രായം അത് മുജ്തഹിദുകളായ പണ്ഡിതന്മാർക്ക് അഭിപ്രായം ഉള്ളിടത്തോളം കാലം നമ്മൾ അതിനെ ആക്ഷേപിക്കാനോ പാടുള്ളതല്ല. അപ്പോൾ നമ്മൾ വരും ആഴ്ചകളിൽ ഓരോ ഫിഖ്ഹി മസ്അല നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ ചർച്ച ചെയ്യും. ഓരോ മസ്അലയുമായി ബന്ധപ്പെട്ട് ഞാൻ എന്താണോ മനസ്സിലാക്കിയത്, ഒരു സാധാരണക്കാരനായ മുസ്ലിം എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ഇതിലേതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഞാനിതിൽ പങ്കുവയ്ക്കും. എനിക്ക് അമല് ചെയ്യാൻ വേണ്ടി ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നത് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശമുള്ളൂ. അല്ലാതെ ഇതൊരു ഫത്വ ചാനലല്ല, ഞാൻ ഫത്വ പറയാൻ യോഗ്യനുമല്ല. മറിച്ച് ഇത് കേൾക്കുന്ന ആളുകൾക്ക് കൂടുതൽ പഠിക്കാനുള്ളൊരു ജിജ്ഞാസ വരികയും ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലവുമാണ് ഞാൻ ഇതിലുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അടുത്ത ആഴ്ച നമുക്ക് പുതിയൊരു മസ്അലയുമായി കാണാം. വാഖിദ് ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫതആലല്ലാഹുൽ മലികുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമാ.